ഹലോ ഗൈസ്, ജി കെ സ്പീക്സിൻ്റെ ഫസ്റ്റ് എവർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പേജ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്ന് ഞാനിതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഫുട്ബോളിൽ വന്നിട്ടുള്ള ബാലൻഡിയോർ സെറിമണി, അതിൽ ബാലൻഡിയോർ കൊടുത്തതിനും വാങ്ങിച്ചതിനും കിട്ടാതെ പോയതിൻ്റെയും പേരിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഈ ടൈമിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത്തവണത്തെ ബാലൻഡിയോർ വളരെ അൺഫെയർ ആയിപ്പോയി, കൊടുത്തയാൾ ശരിയായില്ല, വാങ്ങിച്ചയാൾ ശരിയായില്ല, കിട്ടേണ്ടിയിരുന്നത് ഇയാൾക്കല്ല, അതല്ല ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതായത് ബാലൻഡിയോറിൻ്റെ റാങ്കിങ് അത് തന്നെ വളരെ മോശമായിപ്പോയി. ഒരുപാട് പേര്, അർഹതപ്പെട്ട പലരും ഒരുപാട് താഴേക്ക് പോയെന്ന്. ഇങ്ങനെ പറയുന്നവരെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറച്ച് നാൾ മുന്നേ 5 ടൈം ബാലൻഡിയോർ വിന്നർ, യൂറോപ്പിനെ ഒരു കാലത്ത് കോൺക്വർ ചെയ്തിരുന്ന ഒരാൾ, അയാൾ പറഞ്ഞതാണ് ബാലൻഡിയോറിന് അതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെട്ടു, പഴയതുപോലെയല്ല ഇപ്പോൾ ബാലൻഡിയോർ നൽകുന്നത്. ചിലരുടെ ഇഷ്ടപ്രകാരം, ചിലരെ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചവർക്ക് ബാലൻഡിയോർ നൽകുകയാണ്. അന്ന് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എതിർത്തത് അതങ്ങനെയല്ല എന്ന് തർക്കിച്ച പലരുമാണ് ഇന്നിപ്പോൾ ഈ ബാലൻഡിയോർ കൊടുത്തതിൻ്റെ പേരിൽ കിടന്ന് ഇവിടെ രോഷാകുലരാകുന്നതും അതിൻ്റെ പേരിൽ തർക്കിക്കുന്നതും. അപ്പോൾ ഓർക്കുക, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹം ഒരുപാട് നാൾ മുന്നേ പറഞ്ഞതാണ് ബാലൻഡിയോർ ഇപ്പോൾ കൊടുക്കുന്നത് പഴയതുപോലെ മെറിറ്റിൻ്റെ ബേസിലോ പ്ലെയറിൻ്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റിയുടെ ബേസിലോ അയാളുടെ അച്ചീവ്മെൻറ്റിൻ്റെ ബേസിലോ അല്ല എന്നുള്ളത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കൊല്ലം നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെയും സ്പെയിൻ്റെയും കളിക്കാരനായ റോഡ്രി, അദ്ദേഹമാണ് ബാലൻഡിയോർ നേടിയത്. മികച്ച കളിക്കാരനാണ്, അദ്ദേഹത്തെ നമ്മൾ താഴെ പറയുന്നില്ല. പക്ഷെ അവിടെ കിട്ടാതെ പോയത് വിനീഷ്യസ് ജൂനിയർ എന്ന കളിക്കാരനാണ്. അദ്ദേഹം ആ സീസണിൽ എന്തൊക്കെ അച്ചീവ് ചെയ്തിരുന്നു, എന്തൊക്കെയാണ് അയാളുടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ്, എന്തൊക്കെയാണ് അയാളുടെ ഇൻഡിവിജ്വൽ അച്ചീവ്മെൻറ്റ്സ്, ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. അന്ന് അദ്ദേഹത്തിന് കിട്ടാതെ പോയി. അങ്ങനെ 2025 ബാലൻഡിയോർ കൊടുത്തിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, PSG ഫ്രഞ്ച് പ്ലെയറായ ഒസ്മാൻ ഡെംബലെയാണ് ഇത്തവണ ബാലൻഡിയോർ നേടിയിരിക്കുന്നത്. മികച്ച കളിക്കാരനാണ്. ക്ലബിനൊപ്പവും രാജ്യത്തിനൊപ്പവും ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിരിക്കുന്ന പ്ലെയർ. PSG വേണ്ടി ഇത്തവണ ഫ്രഞ്ച് ലീഗ്, ലീഗ് 1, ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ ഇപ്പോൾ തന്നെ അദ്ദേഹം നേടിക്കഴിഞ്ഞു. മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഈ സീസണിൽ കാഴ്ചവെച്ചത്. പക്ഷേ ഇപ്പോഴും ഡെംബലേക്ക് കിട്ടിയിരിക്കുന്ന ബാലൻഡിയോർ അൺഫെയർ ആണെന്ന് പറയുന്നവരൊരു കാര്യം ഓർക്കുക, അദ്ദേഹത്തിന് കിട്ടി, മീഡിയ നൽകി. ബാലൻഡിയോറിൻ്റെ ഭൂരിഭാഗവും വോട്ടിംഗ് റൈറ്റ് ഇപ്പോൾ ഇരിക്കുന്നത് മീഡിയയുടെ കയ്യിലാണ്. അവർ തീരുമാനിച്ചു, അവർ കൊടുത്തു. അതിപ്പോൾ ഫെയർ ആണോ അൺഫെയർ ആണോ എന്ന് ചിന്തിക്കുന്നവർ പുറകിലേക്കും ചിന്തിക്കണം. ഒരുപാട് പേർക്ക് ഇതിനു മുന്നേയും കിട്ടാതെ പോയി, ഡിസേർവ്ഡ് ആയിട്ടുള്ള പലർക്കും കിട്ടാതെ പോയി. നമുക്കറിയാം, എർലിംഗ് ഹാലൻഡ്, റോബർട്ട് ലെവൻഡോസ്കി, അതുപോലെ പിന്നെ 2018 ലൂക്ക മോഡ്രിച്ചിനാണ് ബാലൻഡിയോർ കിട്ടിയത്. അപ്പോൾ അവിടെ കിട്ടാതെ പോയത് ആർക്കാണെന്ന് കൂടിയാണ്. ആ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രൈക്കർ, ചാമ്പ്യൻസ് ലീഗ് ബാക്ക് ടു ബാക്ക് മൂന്നാമതൊരു ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടിരിക്കുന്ന പ്ലെയർ, ചാമ്പ്യൻസ് ലീഗിലെ ടോപ്പ് സ്കോറർ ആൻഡ് ബെസ്റ്റ് പ്ലെയർ ആയിരുന്ന പ്ലെയർ. അതുപോലെ തന്നെയാണ് ഇവിടെ ഹാലൻഡ് നേടിയപ്പോൾ, ഹാലൻഡിന് കിട്ടാതെ പോയപ്പോഴും, ലെവൻഡോസ്കി കിട്ടാതെ പോയപ്പോഴും, ചാമ്പ്യൻസ് ലീഗിലും അവർ കളിക്കുന്ന ഡൊമസ്റ്റിക് ലീഗിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നവരാണ്. അവർക്കൊന്നും കിട്ടിയില്ല. അന്നൊന്നും ഒരു പ്രശ്നമില്ലാതിരുന്നവർക്കാണ് ഇന്നിപ്പോൾ ഒസ്മാൻ ഡെംബലേക്ക് കിട്ടിയപ്പോൾ പ്രശ്നം വരുന്നത്. കാരണം അവരാഗ്രഹിച്ച, ആർക്ക് വേണമെന്ന് അവർ കരുതിയിരുന്ന ഒരാൾക്ക് ബാലൻഡിയോർ കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. പിന്നെ അവർ കിട്ടുമെന്ന് കരുതിയ ചിലർ റാങ്കിങ്ങിൽ ഒരുപാട് താഴെപ്പോയി, അതൊന്നൊരു വിഷയമാണ്. അപ്പോൾ ബാലൻഡിയോർ കൊടുത്തു കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഇനി 2026 ബാലൻഡിയോർ അത് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി ഇപ്പോൾ 2 കൂട്ടർക്കും ത്രാസ് തുല്യമായി നിൽക്കുന്നത് കൊണ്ട് ഇനിയുള്ള ബാലൻഡിയോർ വിലയുള്ളതാണോ അല്ലാത്തതാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.